ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ആ എവേ മത്സരത്തിൽ കൈവിട്ടു പോയൊരു വിജയം അല്ലെങ്കിൽ ഒരു സമനിലയുടെ ഒരു നിരാശ ഉണ്ടായിരുന്നെങ്കിലും ആ മാച്ചിൽ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു വക കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ക്യാപ്റ്റൻ ലൂണയുടെ തിരിച്ചുവരവ്. അവസാനത്തെ 10 മിനിറ്റ് 80ാമത്തെ മിനിറ്റിൽ സബ്ബായിട്ട് ലൂണ ആ ഒരു മാച്ചിൽ കളിക്കാൻ ഇറങ്ങിയിരുന്നു. ആ 10 മിനിറ്റ് പ്ലസ് 7 മിനിറ്റ് എക്സ്ട്രാ ടൈം, അങ്ങനെ 17 മിനിറ്റ് കഴിഞ്ഞ മാച്ചിൽ ഗ്രൗണ്ടിൽ ലൂണ ചെലവഴിച്ചിരുന്നു. സോ അതുകൊണ്ട് തന്നെ അടുത്ത മാച്ചിൽ ഒഡീഷ FC-ക്കെതിരെ സ്റ്റാർട്ടിംഗ് 11ലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ലൂണയുടെ കാര്യത്തിൽ വളരെയധികം ഉണ്ട്. സോ ലൂണ തിരിച്ചു വരുമ്പോൾ, ലൂണ ആ ലൈനപ്പിലേക്ക് വരുമ്പോൾ, ലൂണ ഫസ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആർക്ക് പകരമായിരിക്കും ലൂണ വരിക, അല്ലെങ്കിൽ ഏത് പോസ്റ്റിലായിരിക്കും, ഏത് റോളിലായിരിക്കും, ഗെയിം സ്റ്റൈലിൽ എന്ത് മാറ്റമായിരിക്കും ലൂണ വരുമ്പോൾ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത്. സോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ അവിടെ ഒരു ഫോറിൻ പ്ലെയറിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് ലൂണ വരാൻ സാധിക്കുക. അവിടെ ഓരോ പ്ലേയേഴ്സിനും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മിലോസിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ മിലോസ് ഓൾറെഡി ഇപ്പോൾ ക്യാപ്റ്റൻ്റെ ആംബാൻഡാണ് ഞാൻ കളിക്കുന്നത്. ലൂണ വരുമ്പോൾ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മാറുമെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥ ഇതുവരെ മിലോസിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. ഈ 3 മാച്ചിലും നല്ല രീതിയിലാണ് മിലോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീതം കോട്ടാലിന് ഒരു ഒത്ത പാർട്ണറായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മിലോസ് ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല. സോ മിലോസിനെ മാറ്റി പരീക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഡിഫൻസിലേക്ക് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ആ ഒരു റിസ്കിലേക്ക് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യം തൽക്കാലം ഇല്ല. ഇനി രണ്ടാമത്തെ ആൾ നോവ സദോ ആണ്. നോവ സദോ ഇല്ലാത്തൊരു ലൈനപ്പിന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഉടനീളം ചിന്തിക്കാൻ പറ്റില്ല. ആ ലെവലിൽ ഈ 3 മാച്ചസിനുള്ളിൽ തന്നെ ആ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് നോവ സദോ. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ 2 മാച്ചിലും ഗോൾ സ്കോർ ചെയ്തു. വളരെയധികം ഇമ്പാക്റ്റ്. ലൂണ ഇല്ലാത്തതിൻ്റെ ഒരു വിടവ് അധികം കാണാത്തതിൽ മെയിനായിട്ട് ആ ഒരു പങ്ക് വഹിക്കുന്നത് നോവ സദോ ആണ്. സോ നോവ സദോ ഇല്ലാത്ത ലൈനപ്പ് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രൈക്കേഴ്സിൽ ഒരാളായിട്ട് ഹേസൂസ് ആയിരിക്കാം, പെപ്പർ ആയിരിക്കാം. ഇവരിൽ ഒരാൾ നിലവിൽ ലൈനപ്പിലുണ്ട്. ഹേസൂസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അദ്ദേഹത്തിന് പകരം ലൂണെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു സ്ട്രൈക്കർ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നോവ സദോനെ സെൻറ്റർ ഫോർവേഡ് ആക്കിയിട്ട് ലൂണെ ലൈനപ്പിലേക്ക് കൊണ്ടുവരാം. അവിടെ നമുക്ക് ഹേസൂസിനെയും പെപ്പറേയും ഒരുമിച്ച് പുറത്തിടേണ്ടി വരും. പക്ഷേ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നോവ സദോവിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നോവയുടെ ഒരു ഫുൾ സ്ട്രെങ്ത്തും അതേ ഏറ്റവും അധികം ഡേഞ്ചർ ആവുന്നതും വിങ്ങിലാണ്, വൈഡിലാണ്. സോ നോവയെ നമ്മൾ വിങ്ങിൽ ഉപയോഗിക്കുന്നതായിരിക്കാം ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കൂടുതൽ നമ്മുടെ ടീമിന് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ നോവയെ സെൻറ്റർ ഫോർവേഡ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അത് അത്ര നല്ല രീതിയിൽ ടീമിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. സോ നോവ വിങ്ങിൽ തന്നെ ഇരിക്കുന്നതും ഒരു സ്ട്രൈക്കർ, അത് ഹേസൂസ് ആയിരിക്കാം, പെപ്പർ ആയിരിക്കാം, 2 പേരിൽ ഒരാൾ, കൂടുതൽ ചാൻസ് ഹേസൂസിനാണ്. അങ്ങനെ ഒരു പ്ലെയറെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. സോ ഇവിടെ വരുന്ന അവസാനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കൊയ്ഫാണ്. സോ ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊയ്ഫിന്റെ പകരം ലൂണെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആര് കൊയ്ഫിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. കൊയ്ഫ് കഴിഞ്ഞ 3 മാച്ചുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. ആ മിഡ്ഫീൽഡ് പൊസിഷനിൽ ഹോൾഡിങ്, പാസിങ്, ഡിഫെൻഡിങ്, ഈ 3 ഡിപ്പാർട്ട്മെന്റിലും കൊയ്ഫിന്റെ സേവനം വളരെ നല്ല രീതിയിൽ ഈ 3 മാച്ചിലായിട്ട് ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ മാച്ചിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു റോളും പൊസിഷനും ആയിരുന്നെങ്കിൽ അതിനുശേഷമുള്ള 2 മാച്ചിൽ വിപിനോടൊപ്പം ഒരു ഡിസ്ട്രോയർ അല്ലെങ്കിൽ ഒരു ഡബിൾ പിവറ്റ് രീതിയിലാണ് അതിന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 മാച്ചുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാസുകൾ, ഏറ്റവും കൂടുതൽ പൊസിഷൻ വെക്കുന്ന പ്ലെയർ അത് നിലവിൽ കൊയ്ഫാണ്. 41 പാസസ് പെർ ഗെയിമാണ് നിലവിൽ അദ്ദേഹത്തിനുള്ളത്. ടോട്ടൽ 123 പാസുകൾ, ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ അത് നിലവിൽ കൊയ്ഫാണ്. അതിൽ തന്നെ സക്സസ്ഫുൾ പാസുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 91 സക്സസ്ഫുൾ പാസുകൾ, 73% അതിൻ്റെ പാസിംഗ് ആക്യുറസി വരുന്നത്. ഈ ടച്ചസിൻ്റെ കാര്യത്തിലും ഈ സക്സസ്ഫുൾ പാസുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ടോപ്പ് 3യിൽ തന്നെ കൊയ്ഫുണ്ട്. സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ പൊസിഷൻ്റെ ബേസിസിലാണെങ്കിലും പാസുകൾ, അതിൽ തന്നെ സക്സസ്ഫുൾ പാസുകളുടെ കാര്യത്തിലാണെങ്കിലും ഒരു നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് കൊയ്ഫ്. അതുപോലെ തന്നെ ഡിഫൻസീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും 17 റിക്കവറീസ്, 11 ഗ്രൗണ്ട് ഡുവൽസിൽ വിൻ ചെയ്തിട്ടുണ്ട്, 7 ഡുവൽസ് 4 അതുപോലെ തന്നെ 4 ടാക്കിൾ, 6 ഇന്റർസെപ്ഷൻ. ഈ ഏരിയാസിൽ ഡിഫെൻഡിങ്ങിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു പ്ലെയറിനെ പുറത്തെടുത്തുമ്പോൾ പകരം വരുന്ന പ്ലെയർ ആ ലെവൽ ഓഫ് പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വീണ്ടും വരാം. സോ ഇവിടെ കൊയ്ഫിനെ ആരെ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ നമുക്കവിടെ മെയിനായിട്ട് ഇന്ത്യൻ ഓപ്ഷൻസ് ഉള്ളത് ഫ്രെഡി ഉണ്ട്, അസർ ഉണ്ട്, ഡാനിഷ് ഫാറൂഖ് ഉണ്ട്, യോഹിംബെ ഉണ്ട്. സോ ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന, ഹോൾഡിങ്ങും പാസിങ്ങും ഡിഫെൻഡിങ്ങും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ നമുക്ക് ആവശ്യമാണ്. ഈ സിറ്റുവേഷനിലാണ് ജീക്സൺ സിങ്ങിനെ നമ്മൾ വളരെയധികം മിസ് ചെയ്യുന്നത്. ജീക്സൺ സിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഇല്ല. ജീക്സനെയും വിവിനെയും പ്ലേസ് ചെയ്താൽ മതി, ലൂണ ഫ്രണ്ടിൽ വരും, ഒരു സബ്ബായിട്ട് നമുക്ക് കൊയ്ഫിനെ കൊണ്ടുവരാം. ജീക്സനെ പോലെ എക്സ്പീരിയൻസ് ഉള്ള, ഹോൾഡിങ്ങും പാസിങ്ങും ഡിഫെൻഡിങ്ങും ഒക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ പ്ലെയറിനെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സ്പീരിയൻസിന്റെ ബേസിസിലാണെങ്കിൽ നമുക്കുള്ള ഒരു പ്ലെയർ ഓപ്ഷൻ, ഒരു പ്രൈമറി ഓപ്ഷൻ എന്ന് പറയുന്നത് ഡാനിഷ് ഫാറൂഖ് ആണ്.
അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ISL കൂടുതൽ മാച്ചുകൾ കളിച്ചിട്ടും മധ്യനിരയിൽ കുറച്ച് എക്സ്പീരിയൻസ് അത് തന്നെയുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് മാത്രം പോരാ ചില സിറ്റുവേഷൻസിൽ. അതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് പാസിങ്ങും ഹോൾഡിങ്ങും ആണ്. പന്ത് ഹോൾഡ് ചെയ്യാനും പാസിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം താഴേക്ക് പോകുന്നുണ്ട്. പാസിങ് ആക്യുറസിയുടെ കാര്യത്തിലാണെങ്കിലും നമ്പർ ഓഫ് പാസുകളുടെ കാര്യത്തിലാണെങ്കിലും അവിടെ എല്ലാം ദാനിഷ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതേസമയം ഡിഫെൻഡിങ്ങിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആ ഒരു എഫേർട്ട് ഇടുന്നത് കാണാറുണ്ട്. ഒരു പ്ലെയറിനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ദാനിഷിൻ്റെ കാര്യത്തിൽ ആ സ്ട്രെങ്ത് ആയിട്ട് വരുന്ന സംഭവം ഡിഫെൻഡിങ് ആണ്. റിക്കവറീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്റർസെപ്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ടാക്കിൾസിന്റെ കാര്യത്തിലാണെങ്കിലും അവിടെ എല്ലാം ആക്യുറസി കുറച്ച് കുറവാണെങ്കിലും ഡിഫെൻഡിങ്ങിൽ നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാവുന്ന ഒരു പ്ലെയർ തന്നെയാണ് ദാനിഷ് ഫാറൂഖ്. പക്ഷേ ഈ ഹോൾഡിംഗ് ആൻഡ് പാസിംഗ് അവിടെ വരുന്ന കുറച്ച് മിസ്സുകൾ, എറേഴ്സ്, അത് നമ്മളെ ടീമിനെ നല്ല രീതിയിൽ മോശമായിട്ട് ബാധിക്കും. അതാണ് ദാനിഷ് ഫാറൂഖിന്റെ കേസിലുള്ള കുഴപ്പം. മറ്റൊരു പ്ലെയർ എന്ന് പറയുന്നത് യുഹിംബ മീത്തയാണ്. യങ് ആണ്, എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ആൻഡ് പ്രീ സീസൺ മാച്ചസിലൊന്നും അത്ര ഇംപ്രസീവ് ആയിട്ട് അതിന്റെ പെർഫോമൻസ് വന്നിട്ടില്ല. സോ അത് നിലവിലെ സാഹചര്യത്തിൽ ഒരു നമ്പർ 1 നമ്പർ 2 ഓപ്ഷൻ ആയിട്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാക്കിയുള്ള 2 പേര് ഫ്രെഡിയും അസറുമാണ്. ഇതിൽ ഫ്രെഡി നമ്മൾ ഫസ്റ്റ് മാച്ചിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. ഫ്രെഡിക്കും അസറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 പേർക്കും താരതമ്യേന ISL എക്സ്പീരിയൻസ് കുറവാണ്. പക്ഷേ 2 പേർക്കും അവരവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. അതിൽ ഫ്രെഡിയിലേക്ക് വരുമ്പോൾ ഫ്രെഡി അത്യാവശ്യം ഫിസിക്കലി കളിക്കുന്ന, അത്യാവശ്യം ഡിഫെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഉറപ്പ് കിട്ടുന്ന ആ ലെവൽ ഓഫ് പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്ന ആളാണ് ഫ്രെഡി. പക്ഷേ അതിൻ്റെ പാസിംഗ് ആൻഡ് ഹോൾഡിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കളിച്ച മാച്ചിലാണെങ്കിലും ആ ഒരു സംഭവത്തിൽ അധികം നമുക്ക് റിലേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ഡൗട്ടാണ്. അതേസമയം അസറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഏരിയാസിൽ ഹോൾഡിംഗ്, പാസിംഗ്, മുന്നോട്ടേക്ക് പന്ത് കൊണ്ടുപോകുക, ക്യാരി ചെയ്യുക, ആ എബിലിറ്റീസൊക്കെ അസറുണ്ട്. പക്ഷേ ഫിസിക്കൽ ബാറ്റിൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, 1-on-1 സിറ്റുവേഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഡിഫെൻഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അസറിനെ നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ഇവരിൽ 2 പേരെ ആരും ഉപയോഗിച്ചാലും ഈ ഡിഫെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോൾഡിങ്ങിലോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ ഇതാണ് നിലവിൽ നമ്മുടെ ഇന്ത്യൻ ഓപ്ഷൻസിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഹോൾഡിങ്ങും ഡിഫെൻഡിങ്ങും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പ്ലെയറിനെ നമുക്ക് നിലവിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സീസണിൽ ഈ പറഞ്ഞ ആരെങ്കിലും ഒന്ന് ഫോമിലേക്ക് ഉയർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം മാറും എന്നുള്ളതല്ലാതെ പേപ്പറിൽ നമുക്കൊരു നല്ല ഓപ്ഷൻ നിലവിൽ ഇല്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അതൊരു പരിധി വരെ മറികടക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം തരുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് വിപിനാണ്. ആര് വന്നാലും അവിടെ വിപിൻ്റെ ഒരു സപ്പോർട്ട്, വിപിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ ചാൻസസ് ഉണ്ട്. 3 മാച്ചുകളിലായിട്ട് അതിൻ്റെ പെർഫോമൻസ് അത് എടുത്ത് പറയേണ്ട രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 3 മാച്ചുകളിൽ നിന്നായിട്ട് പാസിംഗ് ആക്യുറസിയുടെ കാര്യത്തിൽ നിലവിൽ മിഡിൽ ഏറ്റവും അധികം പാസിംഗ് ആക്യുറസി ഉള്ള പ്ലെയർ അത് നിലവിൽ വിപിൻ മോഹൻ തന്നെയാണ്. 37 പാസസ് പെർ ഗെയിം അദ്ദേഹം കളിക്കുന്നുണ്ട്. 95 സക്സസ്ഫുൾ പാസുകളുണ്ട്. 84% അതിൻ്റെ പാസിംഗ് ആക്യുറസി വരുന്നത്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഡിഫെൻഡിങ്ങും ഹോൾഡിങ്ങും മാത്രമല്ല, ഫ്രണ്ടിലേക്കുള്ള പാസുകൾ കൂടി വിപിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. അതിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലെയർ വിപിൻ മോഹനാണ്. അതിൽ തന്നെ കഴിഞ്ഞ മാച്ചിൽ എയ്മനിലേക്ക് വെച്ച് കൊടുത്ത ആ പാസ് ഉണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് വിപിനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അവിടെയും നമുക്ക് മിഡിൽ നിന്ന് അറ്റാക്കിലേക്ക് വരുന്ന പാസുകളുടെ രൂപത്തിലും വിപിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ഡിഫെൻഡിങ്ങിലേക്ക് വരാണെങ്കിലും 5 ഇന്റർസെപ്ഷൻ ഉണ്ട്, 11 ഗ്രൗണ്ട് ഡുവൽസ് വിൻ ചെയ്തിട്ടുണ്ട്, 15 റിക്കവറീസ് ഉണ്ട്. അങ്ങനെ ഡിഫെൻഡിങ്ങിലും അത്യാവശ്യം അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആകെയുള്ള ഒരു പ്രശ്നം ഈ ഹൈ ബോൾസ് ഡിഫെൻഡ് ചെയ്യുന്ന ഏരിയൽ ഡുവൽസിന്റെ കാര്യത്തിൽ അദ്ദേഹം കുറച്ചൊന്ന് പിറകിലേക്ക് പോകുന്നുണ്ട്. 2 എണ്ണം മാത്രമാണ് അദ്ദേഹം ഏരിയൽ ഡുവൽസിൽ വിൻ ചെയ്തിട്ടുള്ളത്. സോ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡിഫെൻസീവ് പാർട്ടിലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ദാനിഷ് ഫാറൂഖിനെ ഉപയോഗിച്ചാലും ഫ്രെഡി ഉപയോഗിച്ചാലും വിപിന്റെ ഒരു സപ്പോർട്ട്, ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞൊരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാനും ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ലൂണ, നോവ, അതുപോലെ തന്നെ നോസദോ ആ ഒരു കോംബോ കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് ഇവിടെ ലൂണ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ കാത്തിരിക്കുന്ന, അതേസമയം ബ്ലാസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ വരുന്ന ആ ഫോറിൻ ട്രയോ ആണ്. ഇവിടെ ലൂണ വരുമ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മാച്ചസിലെല്ലാം കാണുന്നൊരു കാര്യമാണ് ദാനിഷ് ഫാറൂഖ്, നോവ സദോ, അതുപോലെ തന്നെ ഹേസൂസ്, ഇവർ തമ്മിലുള്ള ട്രയാങ്കുലർ മൂവ്സ്. അവിടെ ദാനിഷ് ഫാറൂഖ് ഉണ്ടെങ്കിലും ചില സിറ്റുവേഷൻസിൽ ചില ബെറ്റർ പാസസ് പ്രൊവൈഡ് ചെയ്യാൻ ദാനിഷിന് സാധിക്കുമായിരുന്ന സിറ്റുവേഷൻസ് കൂടിയുണ്ട്. പക്ഷെ അവിടെ ദാനിഷിന് പകരം ലൂണ വരികയാണെന്നുണ്ടെങ്കിൽ ആ 1 ടച്ച് പാസുകൾ അല്ലെങ്കിൽ ആ കോമ്പിനേഷൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. ഓൾറെഡി കഴിഞ്ഞ മാച്ചിൽ തന്നെ ഒരുപാട് നോവ സദോ, ഹേസൂസ് ജിമിനസ് അവരുടെ പാസ് എക്സ്ചേഞ്ചസ്, ത്രൂ ബോൾസ്, ക്രിയേറ്റീവ് പാസസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ആ 2 പേരുടെ കൂട്ടത്തിലേക്ക് ലൂണ കൂടി വരുമ്പോൾ ആ കോമ്പിനേഷൻ നമുക്ക് അറ്റാക്കിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി രണ്ടാമത്തേത്, കഴിഞ്ഞ മാച്ചിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വീക്ക്നെസ് വിങ്ങുകളിൽ പെർഫോമൻസ് വന്നപ്പോൾ സെൻട്രൽ റീജിയനിൽ പെർഫോമൻസ് കുറഞ്ഞു എന്നുള്ളതാണ്. സോ ലൂണ വരുമ്പോൾ ക്രിയേറ്റീവ് എലമെന്റ്, ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കഴിഞ്ഞ മാച്ചിലാണെങ്കിൽ സെൻട്രലിൽ നിന്ന് 10 മിനിറ്റ് അദ്ദേഹം കളിച്ചുള്ളൂ. പക്ഷേ ആ 10 മിനിറ്റിൽ തന്നെ 1-2 നല്ല പാസസും നോവായിട്ടുള്ള ഒരു കോമ്പിനേഷനൊക്കെ കണ്ടിരുന്നു. സോ അവിടെ സെൻട്രലിലൂടെയുള്ള ക്രിയേറ്റീവ് പാസുകളുടെ
പ്രശ്നം ആ സെൻറ്റർ റീജിയനിലൂടെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങളുടെ പ്രശ്നവും ലൂണ വരുമ്പോൾ പരിഹരിക്കപ്പെടാൻ ചാൻസ് ഉള്ള രണ്ടാമത്തെ കാര്യമാണ്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ഈ ഡാനിഷ് ഫാറൂഖ് കളിക്കുന്ന സിറ്റുവേഷൻസിൽ അദ്ദേഹം ചില സമയത്ത് ബോക്സിനകത്തേക്ക് ഇൻസൈഡ് ദ ബോക്സിൽ കൺവേർഷൻ്റെ സോണിലേക്ക് വരുന്നുണ്ട്. ആ സിറ്റുവേഷൻസിൽ അത് മാനേജ് ചെയ്യാൻ ഡാനിഷിന് സാധിച്ചിട്ടില്ല. ഇവിടെ ഡാനിഷിന് പകരം ലൂണെ പ്ലേസ് ചെയ്യുമ്പോൾ ലൂണയ്ക്ക് ഇതേ സിമിലർ രീതിയിൽ അറ്റാക്കിംഗ് സോണിലേക്ക് എത്താനും കൺവേർഷൻ സോണിലേക്ക് എത്താനും അവിടെ പറഞ്ഞ പോലെ ബോക്സിനകത്തേക്ക് ചാൻസസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ലൂണയ്ക്ക് അവിടെ ഒരു ബെറ്റർ ചാൻസസ് ഉണ്ട് അത് കൺവേർട്ട് ചെയ്യാനും അത് ഈ പറഞ്ഞ പോലെ ഒരു ത്രെട്ടാക്കി മാറ്റാനും. സോ അത് മൂന്നാമതായിട്ട് വരുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഇനി അവസാനത്തേതെന്ന് പറയുന്നത് ഹേസൂസ് ഓൾറെഡി നമ്മളൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരുപാട് ഇറങ്ങിപ്പോകുന്നു, അറ്റാക്കിലേക്ക് പന്ത് വരുമ്പോൾ അദ്ദേഹം അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ ഡാനിഷിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് കുറവായതുകൊണ്ട് കുറച്ചധികം ഇറങ്ങി വരേണ്ടതിൻ്റെ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി ഹേസൂസ് എടുക്കുന്നുണ്ടായിരുന്നു. സോ അതും ഈ പറഞ്ഞ പോലെ ലൂണ വരുമ്പോൾ പരിഹരിക്കപ്പെടും, ഇമ്പ്രൂവ് ചെയ്യപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. സോ എന്തുകൊണ്ടും ലൂണയുടെ വരവ് തീർച്ചയായിട്ടും ഗെയിം സ്റ്റൈലിൽ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മൊത്തത്തിലൊരു ഉണർവ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് പെർഫോമൻസിലേക്ക് ടീമിനെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് കൊയ്ഫിനെ പോലെ 3 മാച്ചുകളായിട്ട് ടീമിന് ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറിനെ പുറത്തിരുത്തേണ്ടി വരും എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പകരം വരുന്ന പ്ലെയറിന് വിബിന്റെ സപ്പോർട്ട് കൂടി കിട്ടി ലൂണയുടെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് കുറച്ചുകൂടി ബെറ്റർ ആയി വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിലവിൽ എക്സ്പോസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ലൂണ വരുമ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെ പറ്റി കമന്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.